ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമി ടേസ്റ്റി കിച്ചൻ. ഇന്ന് അടിപൊളിയായിട്ടുള്ള മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ കയ്യിലെത്തും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള മിൽക്ക് പുഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഫ്ലെയിം ഓൺ ചെയ്തൊരു പാത്രം വെച്ച് നമുക്ക് കാരമലൈസ്ഡ് ഉണ്ടാക്കാം. അതിന് വേണ്ടി 3 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ലോ ഫ്ലെയിമിലാണ് അത് പഞ്ചസാര പാത്രത്തിലേക്ക് ഇട്ട് ഒരു 2-2.5 ടീസ്പൂണോളം സാധാ വെള്ളം ഒഴിച്ച് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഗോൾഡൻ യെല്ലോ കളർ കരിഞ്ഞു പോകാണ്ട് തീർച്ചയായിട്ടും നോക്കണം. കാരണം കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു കയ്പ്പ് എഫക്റ്റ് കയറി വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി 2 മിനിറ്റ് മതി. അപ്പോൾ അത് ഏകദേശം നമുക്കൊരു യെല്ലോ കളർ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മളിത് ഏത് പുഡിങ് ഉണ്ടാക്കുന്ന ഏത് ട്രേ ആണോ അതിലേക്ക് പെട്ടെന്ന് തന്നെ ഇത് ഒഴിച്ച് ചുറ്റിച്ചെടുക്കണം. കാര്യം ഇത് ആ ടെമ്പറേച്ചറിൽ പെട്ടെന്ന് തന്നെ ഒന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കാരമലൈസ് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇതിനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് മിൽക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ബട്ടറോ നെയ്യോ ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അത് ഒഴിച്ച ശേഷം 1/2 ലിറ്റർ പാലാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഈ 1/2 ലിറ്റർ പാലിന് 5 സ്പൂൺ അളവിലാണ് ഷുഗർ എടുക്കുന്നത്. 1 സ്പൂണും കൂടെ കൂടുതൽ മധുരം വേണം. ഇതിപ്പോൾ ആവറേജ് മധുരമാണ്. കുറച്ചും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂണും കൂടെ കൂട്ടി 6 സ്പൂണായിട്ട് എടുക്കാം. അപ്പോൾ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് നമുക്ക് വറുത്തതോ വറുക്കാത്തതോ ആയ റവ 3 ടീസ്പൂണും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ കട്ടയൊന്നും കെട്ടാണ്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ റവയും പഞ്ചസാരയും പാലും ഒക്കെ നന്നായിട്ട് തിളച്ച് പതഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാനൊരു ഓപ്ഷണലാണ്, നിർബന്ധമില്ല, കുറച്ച് പാൽപ്പൊടി ഒരു 1.5 ടീസ്പൂണോളം പാൽപ്പൊടിയും കൂടെ ഒരു ടേസ്റ്റിനും ഒരു ഫ്ലേവറിനും വേണ്ടി ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇളക്കി എടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ പാല് കുറേശ്ശെ കുറുകി വരുന്നുണ്ട്. ഒത്തിരി തിക്കാവണ്ട, കാര്യം ഇത് തണുത്ത് വരുമ്പോൾ ഇത് അത്യാവശ്യം ഒരു മീഡിയം തിക്നെസ്സിലോട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ മിൽക്ക് ഇവിടെ തിളപ്പിച്ച് തയ്യാറാക്കി ഇനി തണുക്കാനായിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. കട്ട കെട്ടാണ്ട് പ്രത്യേകം നോക്കണം കേട്ടോ. കട്ട കെട്ടാനേ വല്ല, കാരണം റവ ഇടുന്നതുകൊണ്ടാണ്. കൈ ഇളക്കാണ്ട് തീ ഓഫ് ചെയ്യുന്നവരെ അത് ഇളക്കി നമ്മൾ കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ അത് തണുക്കാനായി മാറ്റി വെച്ചു. ഇനി ഒരു ബൗളെടുത്ത് 2 മുട്ട നമുക്കതിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. നാടൻ മുട്ടയെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു സ്മെല്ല് കുറവ് നിൽക്കുന്ന വൈറ്റ് മുട്ടയാണ്. അപ്പോൾ 2 മുട്ട മതി. നമുക്ക് 2 കൂടുതൽ വേണമെങ്കിൽ 1 മുട്ടയും കൂടെ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ 1/2 ലിറ്റർ പാലിന് നമുക്ക് അത്യാവശ്യം സോഫ്റ്റ്നെസ്സിന് 2 മുട്ട മതി. ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർക്കാം. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്ക പൊടിയായാലും മതി, ഏതെങ്കിലും ഒന്ന് എന്തായാലും ചേർക്കണം. കാരണം എന്ന് വെച്ചാൽ മുട്ടയുടെ ഒരു സ്മെല്ല് മാറി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്ത ശേഷം നമ്മൾ തണുക്കാനായി വെച്ച് നമ്മുടെ മിൽക്ക് ഉണ്ടല്ലോ, റവയും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത മിൽക്ക് ഒരു ചെറു ചൂടിനെ ഇതിൽ കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക. ഒരുമിച്ച് ഒഴിക്കേണ്ട, കുറേശ്ശെയായിട്ട് ഒഴിച്ചാൽ മതി. കാരണം ഈ ഒരു തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു തിക്നെസ് ആയി കിട്ടും. അതുകൊണ്ടാണ് ഒത്തിരി കുറുകണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഏകദേശം നമ്മുടെ മുട്ടയും മിൽക്കും റവയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതിൽ ഇനി മധുരം ബാലൻസ് ചെയ്യാൻ ഒരു പിച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് നിർബന്ധമില്ല, പക്ഷേ മധുരം എപ്പോഴും ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പിടുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ ഇനി നമുക്ക് നേരത്തെ നമ്മൾ തണുക്കാൻ വെച്ച് നമ്മുടെ ഡ്രേ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രേ എടുക്കുക. അതിൻ്റെ ചുറ്റിനുമായിട്ട് നമുക്ക് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് ചുറ്റിനും തേക്കുന്നത് നല്ലതാണ്. അങ്ങനെ അടിഭാഗത്ത് തേക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഈ കാരമൽ ആവിയാവുമ്പോൾ അത് നന്നായിട്ട് ലിക്വിഡായി മാറുകയുള്ളൂ. അപ്പം നമുക്കിത് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രേയുടെ സൈഡിലായിട്ട് നമ്മൾ ബട്ടറോ നെയ്യോ ഒന്ന് തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്ന പുഡിങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു ഇഡ്ഡലി തട്ടോ അല്ലെങ്കിൽ സ്റ്റീമറോ എടുത്ത് ആവി നന്നായി വരുമ്പോൾ അതിലേക്ക് ഇറക്കി വയ്ക്കുക. ഈ ആവിയുടെ വെള്ളം ഇതിലോട്ട് വീഴാണ്ടിരിക്കാൻ ഒരു പാത്രം വെച്ച് ഇങ്ങനെ അടയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഓയിൽ പേപ്പർ ഇട്ടായാലും കവർ ചെയ്യാം. എന്നിട്ട് നമുക്കൊരു 20 മുതൽ 25 മിനിറ്റ് വരെ ആവിയിൽ ലോ ഫ്ലെയിമിൽ വേവിക്കുക. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ലേശം തണുത്ത ശേഷം ഒരു ചെറിയ കത്തി കൊണ്ട് നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് കമഴ്ത്തി വെക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്പോഞ്ച് പോലത്തെ പുഡിങ്ങാണ് ഇവിടെ
ഇവിടെ തയ്യാറായിരിക്കുന്നത്. നല്ല കാണാനും നല്ലൊരു രസവും നല്ല അതുപോലെ തന്നെ കഴിക്കാനും അതിനേക്കാളേറെ സൂപ്പറാണ്. അലിഞ്ഞു പോകുന്ന ജെല്ലി എഫക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. നമുക്കും മക്കൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു പുഡിങ്ങാണ് മിൽക്ക് പുഡിങ്. അപ്പോൾ വളരെ ഈസിയാണ്, കുറച്ച് ഐറ്റംസ് തന്നെ മതി, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഇനി ഇഷ്ടമുള്ള അളവിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ വച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റും ആ ഒരു തിക്നെസ്സൊക്കെ കയറി വരും. അപ്പോൾ ഇതിപ്പോൾ ഒത്തിരി തണുത്തില്ല, ഞാനും പിന്നെ കട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പോഞ്ചി പുഡിങ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായി കാണുമെന്നറിയാം. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ഒപ്പം തന്നെ ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ.